MBBS-നോ BDS-നോ അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിലിങ്ങിന് MCC വഴി ശ്രമിക്കുന്ന NRI വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ പണം അടയ്ക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രയാസങ്ങൾ പിന്നീട് നിങ്ങൾ നേരിടും. അപ്പോൾ അതേപ്പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കോളേജ് ഗുരു നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വിലപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് എൻ്റെ കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് ഈ MCCയുടെ കൗൺസിലിങ്ങിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫീസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ഡെപ്പോസിറ്റ് തുക നമ്മൾ അതിനകത്ത് അടയ്ക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ജനറലിലേക്ക് നോക്കുമ്പോൾ വിവിധ കാറ്റഗറിക്ക് അനുസരിച്ച് 5,000-ഓ 10,000-ഓ ഇല്ലെങ്കിൽ 2 ലക്ഷം രൂപയോ നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കുന്നത് നിങ്ങൾ NRI അക്കൗണ്ടിൽ നിന്ന് അടച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അത് ഭയങ്കര പ്രയാസമാണ്, അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ NRI അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ NRO അക്കൗണ്ടിലേക്ക് ഈ പണം മാറ്റുക. ഇന്ത്യയിലെ ട്രാൻസാക്ഷന് വേണ്ടി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ NRO അക്കൗണ്ടിലേക്ക് അതിനകത്തേക്ക് മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് വേണം നിങ്ങൾ MCC കൗൺസിലിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കാനായിട്ട്. ഇത് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ NRI അക്കൗണ്ടിൽ നിന്നാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് പിന്നീട് തിരിച്ചു കിട്ടുന്ന സാഹചര്യം വരുമ്പോൾ ആകെ കൺഫ്യൂഷനാവും, വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് MCC നിർബന്ധമായിട്ടും ഇത് നിങ്ങളുടെ NRI അക്കൗണ്ടിൽ നിന്ന് അടയ്ക്കാൻ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് NRO അക്കൗണ്ടിലേക്ക് ആക്കുക, അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിലും മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാനായിട്ട് ഒരു കൃത്യമായ ഗൈഡൻസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഡീംഡ് പോലുള്ള കോളേജുകൾ വളരെ ഉയർന്ന ഫീസ് ചാർജ് ചെയ്യുന്ന പല സ്ഥാപനങ്ങളിലും ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപയൊക്കെ കുറഞ്ഞ് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പം കൃത്യമായിട്ടൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ട മുഴുവൻ ഗൈഡൻസും കോളേജുകൾ നൽകുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. ഒരു പെയ്ഡ് ഗൈഡൻസ് ആണ് കോളേജുകൾ നൽകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. See you, best wishes.